ജീവിതത്തിൽ നമ്മൾ വളരെ വലിയ വലിയ ആളുകളായിരിക്കാം. നമുക്ക് പണമുണ്ടാകാം, നമുക്ക് പ്രശസ്തി ഉണ്ടാകാം, നമുക്ക് വലിയ ബംഗ്ലാവുകളുണ്ടാവാം, നമുക്ക് ധാരാളം കാറുകളുണ്ടാവാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആത്യന്തികമായിട്ട് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. കാരണം നമ്മൾ മനുഷ്യൻ എന്നുള്ളതാണ് ആദ്യം വരുന്നത്. പിന്നീടാണ് ഈ പണവും പദവിയും പ്രശസ്തിയും താരമൂല്യവും ഒക്കെ വരുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷീലാമ്മയുടെ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അത്രയേറെ നമ്മുടെ മലയാളത്തിലെ ഭാരതം അറിയപ്പെടുന്ന വളരെയേറെ മലയാളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷീലാമ്മയെ മാറ്റി നിർത്തിയിട്ട് മലയാള സിനിമാ മേഖലയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ലല്ലേ. അത്രമാത്രം ഉന്നതിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ അത്രമാത്രം ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് ഷീലാ മേഡം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു നായകനും ഏതൊരു നായികയും അല്ലെങ്കിൽ ഏതൊരു ഗായകനും ഏതൊരു ഗായികയും ഏതൊരു രാഷ്ട്രീയക്കാരനും ഏതൊരു വലിയ പൊസിഷനുള്ള ബിസിനസ്മാൻ ആരുമായിക്കോട്ടെ, അവരുടെയൊക്കെ ജീവിതത്തിൽ ചില ആത്യന്തികമായിട്ട് സങ്കടങ്ങളും വേരിയേഷൻസുകളും ദുഃഖങ്ങളും നമ്മൾ പറയുന്ന പോലെ വികാര വിക്ഷോഭങ്ങളൊക്കെ അവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൽ പലതും നമ്മളൊന്നും അറിയാറില്ല എന്നുള്ളതാണ് നമുക്ക് സത്യമായിട്ടുള്ള കാര്യം. കാരണം നമ്മളൊക്കെ കരുതുന്ന അവർക്കൊക്കെ എന്തിൻ്റെ കുറവാണ്, എല്ലാം തികഞ്ഞ ആളുകളാണ്. പണത്തിന് പണം, പ്രശസ്തിക്ക് പ്രശസ്തി, താങ്ങി പിടിക്കാനായിട്ട് ആളുകൾ, അപാലവൃത്തം ജനങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും അവർ പിന്നെയുണ്ട്. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇതിൽ പല ആളുകളുടെയും പല കാര്യങ്ങളും പലപ്പോഴും നമുക്കിത് പുറം ലോകം അറിയാറില്ല എന്നുള്ളതാണ് വലിയൊരു വസ്തുത. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷീലാമ്മയുടെ ആത്മഹത്യാശ്രമത്തെക്കുറിച്ചുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുമ്പോൾ എനിക്കറിയില്ല, മലയാളികളായിട്ടുള്ള ആളുകളിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഷീലാമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇത് എന്ത് അസംബന്ധമാണ് ഇയാൾ ഈ പറയുന്നത്, ഇവനൊക്കെ എന്തും കിട്ടിയാൽ എന്തും ഒന്ന് വിളിച്ച് പറയുന്ന ഒരു ആളാണോ, എങ്ങനെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാമായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങൾ പറയുമായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറുണ്ട്, ചില നടികൾ മരിച്ചുപോയി അല്ലെങ്കിൽ ചില നടന്മാർ മരിച്ചുപോയി, അങ്ങനെയുള്ള വലിയ വലിയ ചില വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അല്ലേ. അവർ ശരിയായിട്ട് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ അവർക്ക് ഒരു കുഴപ്പമില്ലാത്ത ആളുകളെ കൊന്നു എന്ന് പറഞ്ഞാൽ അവർ മരിച്ചുപോയി, അവർ ആശുപത്രിയുടെ പരിസരത്തൂടെ ഷൂട്ടിങ്ങിന് പോയില്ല, അവർ മരണരംഗത്തിൽ പോയതായിരിക്കാം ഒരു പക്ഷേ അപ്പോഴും നമ്മളെന്താണ് പറയുന്നത്, അവർ മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെയാണ് ചില സംഗതികൾ, ചില യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ്. ചില സത്യങ്ങളും മിഥ്യയായി മാറുക എന്ന സംഗതിയാണ്. ചില മിഥ്യകൾ സത്യങ്ങളായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സിനിമാ മേഖലകളിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ ഇപ്പോൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലെ ഷീലാമ്മയുടെ ആത്മഹത്യയെക്കുറിച്ച് നമ്മളിപ്പോൾ പറയേണ്ടി വന്നത്, എന്തിനാണിത് പറയുന്നത്? ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മുടെ കേരളം അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഷീലാമ്മയൊക്കെ പറഞ്ഞ പോലെയുള്ള ആളുകൾ അല്ലേ. നസീർ സാറിനെയും ഷീലാമ്മയെയും മധുസാറിനെയും ജയനെയും ഒക്കെ മാറ്റി നിർത്തിക്കേണ്ട, അതോടൊപ്പം തന്നെ നമ്മുടെ ജയഭാരതിയും ശാരദാമ്മയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, നമ്മുടെ സുകുമാരി ചേച്ചിയും നമ്മുടെ ലളിതാമ്മയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നമുക്ക് 100,000 ആളുകൾ നമ്മുടെ മലയാള സിനിമയിലേക്ക് ധാരാളം നായകന്മാരും നായികമാരൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം പ്രക്ഷോഭിതമായിട്ടുള്ള, ഇത്രമാത്രം മലയാള സിനിമയെ പ്രോജ്വലിപ്പിച്ചിട്ടുള്ള, മലയാള സിനിമയെ ഒരു കാലഘട്ടത്ത് നിലനിർത്തിക്കൊണ്ട് പോയ ആളാണ് നമ്മുടെ ഈ ഷീലാ മേഡം എന്ന് പറഞ്ഞ നമ്മുടെ ഷീലാ മേമ. അപ്പം അത്തരത്തിലുള്ള ഷീലാ മേമിനെ കുറിച്ചിട്ടാണ് അധികം ആരും പറയാത്ത, ആരും ചർച്ച ചെയ്യാത്ത, വലുതായിട്ട് നാട്ടുകാർക്കോ ലോകർക്കൊന്നും അറിയാത്തൊരു കാര്യത്തെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഷീലാമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ, ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഒരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കുക. നമുക്കറിയാം, ഞാൻ പറഞ്ഞത് വളരെ ഞെട്ടിപ്പിക്കുന്ന, എല്ലാവരുടെയും മനസ്സിലേക്ക് വളരെ വേദനയുടെ ദുഃഖത്തിൻ്റെ വലിയ അഗാധമായിട്ടുള്ള ഒരു നൊമ്പര ചാല് കയറുന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിലെ ഷീലാമ്മയെക്കുറിച്ച്. ഷീലാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് അഭിനയിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ അതെല്ലാം വന്ന് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്ന് മനസ്സിലെ ആ വിഷപ്പകർച്ച, ആ ഭാവപ്പകർച്ച, അതിനുശേഷം തസ്കര വീരനിൽ മമ്മൂട്ടി സാറിനോടൊപ്പം അഭിനയിച്ച ആ സംഗതി, അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു നായിക, നയൻതാരയായത് നായിക, ആ നയൻതാരയേക്കാ പോലും കടത്തി വെല്ലുന്ന രീതിയിലേക്ക് അതിനുള്ള ചില നമുക്ക് ആ ഭയങ്കരമായിട്ടൊരു ആരാധനയാണ് ഷീലാമ്മയോട് നമുക്ക് തോന്നുന്നത് അല്ലേ. ജീവിതത്തിലെ പല
പ്രതിസന്ധികളും പല വിഷമഘട്ടങ്ങളുമൊക്കെ തരണം ചെയ്ത് വളരെ ചെറിയ പ്രായത്തിൽ ഷീലാമ്മയോട് പറയാറുണ്ട്, ഷീലാമ്മയുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ ധാരാളം അംഗങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ വീട്ടിൽ വളരെയേറെ വിഷമമാണ്, പട്ടിണിയാണ്, മറ്റുള്ള പല സംഗതികളുമുണ്ട്. വീട് നോക്കുവാനായിട്ടാണ്, വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഷീലാമ്മ സിനിമാ മേഖലയിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് കടന്നു വന്നതെന്ന് ഷീലാമ്മ പല സ്ഥലത്തും പറയാറുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിലൊരു ശരീരഘടന, പ്രത്യേക രീതിയിലേക്കുള്ള ഒരു ഭാവപകർച്ച എപ്പോഴും ഷീലാമ്മയ്ക്കൊക്കെ എപ്പോഴും തീരെ എല്ലാ നല്ല രീതിയിലേക്ക്, വളരെ വേലക്കാരിയായിട്ടോ അല്ലെങ്കിൽ പാവപ്പെട്ടവളായിട്ടോ ഭിക്ഷക്കാരിയായിട്ടോ ആ രീതിയിലേക്കൊന്നും ഷീലാമ്മയെ സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല. നല്ല രാജകുമാരിയായിട്ടും മുതലാളിച്ചയൊക്കെ ആയിട്ടും വലിയ പ്രൗഢിയുള്ള കോളേജ് കുമാരിയായിട്ടൊക്കെ ഷീലാമ്മ തന്നെ പറഞ്ഞ വാക്കുകളാണല്ലേ. അങ്ങനെയൊക്കെയാണ് ഷീലാമ്മയ്ക്ക് ഇങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ താല്പര്യമുള്ളത്. കാരണം ഒരിക്കലും ഒരു മോശം രീതിയിലേക്ക് അല്ലെങ്കിൽ തകർന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ താണ രീതിയിലേക്ക് അഭിനയിക്കാൻ തനിക്ക് താല്പര്യമില്ല. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതൊരു വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വന്നു, സിനിമാ മേഖല വന്നതിന് ശേഷം പണമായി, പ്രശസ്തിയായി, വളരെയേറെ പേരായി. മലയാള സിനിമയിൽ ഷീല എന്ന് പറഞ്ഞ നാമം ഇങ്ങനെ ഒരു താരകം, നമ്മുടെ ഒരു നക്ഷത്രത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്കറിയില്ല. പക്ഷേ മലയാളത്തിലെ വെള്ളി നക്ഷത്രം ആരാണ് എന്ന് ചോദിച്ചാൽ ആ സമയത്ത് ആരും കണ്ണടച്ച് പറയും ഷീല എന്നുള്ള പേര് എല്ലാവരും പറയുന്നതാണ്. കാരണം അത്രമാത്രം താരമൂല്യമായിരുന്നു ഷീലാമ്മയ്ക്ക്. അങ്ങനെ ആ താരമൂല്യമുള്ള സിനിമയ്ക്ക് ആ താരമൂല്യം പല രീതിയിലേക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടമാണ് അന്നൊക്കെ. നമ്മുടെ പത്രങ്ങളിലൊക്കെ വളരെയേറെ ഇത്രമാത്രം പ്രശസ്തിയൊന്നുമില്ല, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ആകപ്പാടെ നമ്മൾ ഈ ലേഖനങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളൊക്കെ ഇത്രമാത്രമൊന്നും പ്രചാരം സിദ്ധിച്ചിട്ടില്ല. ഞാൻ ആ മാസികയും വെള്ളി നക്ഷത്രം പോലത്തെ മലയാള നാട് വാരികകളും അല്ലെങ്കിൽ സിനിമാ വാരിക അങ്ങനെയുള്ള സംഗതികളൊക്കെയുണ്ട്. നമ്മുടെ മനോരമയും മാതൃഭൂമിയൊക്കെ ആയിട്ടുള്ള സംഗതികളൊക്കെയുണ്ട്. ആ സമയത്ത് ഷീലയുടെ മിക്കവാറുമുള്ള ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്, അഭിമുഖത്തിന് വേണ്ടി മിക്കവാറും ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അയാളുടെ പേര് സേവ്യർ എന്നായിരുന്നു. അങ്ങനെ പതുക്കെ ഈ ഷീല സാധാരണക്കാരനായിട്ടുള്ള ആ സേവ്യറിനായിട്ട് ഇൻ്റർവ്യൂവിന് വന്ന് എന്തായി, മനസ്സും കൈമാറി, കണ്ണും മുടക്കി, ഹൃദയം കൈമാറി. അങ്ങനെ ഷീല സേവ്യറിൽ അനുരക്തനാവുകയായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള അധികമാർക്കുമൊന്നും ആദ്യമൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ വളരെയേറെ അവർ വളരെ പെട്ടെന്ന്, ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, വളരെ വേഗം അത് വേരുറയ്ക്കും, വളരെ വേഗം അതിന് തളർന്ന് തരിപ്പണമാവുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഷീലയുടെയും സേവ്യറിൻ്റെയും പ്രണയം. അങ്ങനെ ഷീല സേവ്യറെ പ്രണയിക്കുകയും അങ്ങനെ സേവ്യറെ ഷീലയുടെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഷീലയുടെ ജീവിതത്തിൽ ഷീലയുടെ ആദ്യ വിവാഹം സേവ്യറുമായിട്ടുള്ളതായിരുന്നു. അദ്ദേഹം ഒരു റിപ്പോർട്ടറായിരുന്നു. ഞാൻ സേവ്യറെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം റിപ്പോർട്ടറായിരുന്നു, അത്രമാത്രം നമുക്കിപ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ ആ ദാമ്പത്യം പക്ഷേ തകർന്ന തരിപ്പണമായി. കാരണം രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകളാണ്. ഷീല എന്ന് പറഞ്ഞാൽ കൊടുമുടിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നയാളാണ്. പണം ധാരാളമുണ്ട്, പ്രശസ്തി ധാരാളമുണ്ട്, താരമൂല്യം ധാരാളമുണ്ട്. സേവ്യറിന് ഇതൊന്നുമല്ല, അയാളൊരു സാധാരണ പത്രപ്രവർത്തകൻ മാത്രമാണ്. അപ്പോൾ ആ രണ്ട് എന്താ പറയുക, അറ്റവും തമ്മിലേക്ക് ഒത്തുചേരുക എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അവർ ഒന്നിച്ച് ചേർന്നു എന്നുള്ളത് ശരിയാണ്, വിവാഹിതരായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് അത് തകർച്ചയിലേക്ക് നീങ്ങിയപ്പോൾ, കാരണം സേവ്യർക്ക് പറയാനുണ്ടായിരുന്നത് മറ്റു പല കാര്യങ്ങൾ വരുന്നത്. കാരണം അപ്പോഴേക്കും ഷീല നമ്മളുടെ നസീർ സാറുമായി പ്രണയബദ്ധയായിരുന്നു. കാരണം ഷീലയുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നസീറും ഷീലയാണ് അല്ലാതെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ താര ജോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഗിന്നസ് റെക്കോർഡിന് ഉടമയാണ് അവർ. അപ്പം ആ ഒരു താര ജോഡിയെ വിട്ടിട്ട് അല്ലെങ്കിൽ മറന്നിട്ടുള്ളൊരു സിനിമ അന്ന് ഉണ്ടായിരുന്നില്ല. സിനിമാ മേഖല തന്നെ ഈ രണ്ട് ജോഡികളെ കൊണ്ടായിരുന്നു. ഈ എഴുത്തുകാരൊക്കെ നമ്മൾ കഥകൾ മെനഞ്ഞുകൊണ്ടിരുന്നത് തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും അന്യഭാഷാ സിനിമകളൊക്കെ ഡബ് ചെയ്ത് വരുമ്പോഴൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു നായകനും നായികയൊക്കെ ഓൾറെഡി ഫിക്സ്ഡാണ്. അതാരാണ്? നസീറും ഷീലയുമാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്കായപ്പോൾ സേവ്യറിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു. കാരണം ഷീല മാനസികമായിട്ടും എല്ലാ തരത്തിലും നസീറിലേക്ക് അടുക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഷീല ശരിക്കും പറഞ്ഞാൽ നസീറുമായി അഗാധമായ പ്രണയത്തിലായിരുന്നു ഭർത്താവായി സേവ്യറുള്ള സമയത്ത് തന്നെ. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇത്രയും പദവിയും പ്രശസ്തിയും ഒക്കെ ഉള്ള ആളുടെ ഭർത്താവായിട്ടിരിക്കുമ്പോൾ സേവ്യറിനൊരു ഈഗോ പ്രശ്നമുണ്ടായിരുന്നു. ധാരാളം ദാമ്പത്യമായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം മദ്യത്തിൽ അടിമപ്പെടുകയും മദ്യപാനിയായി തീരുകയും അത് എല്ലാവരുടെയും അവരവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ്. ഇപ്പോൾ ഷീലാമ്മയോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഷീലാമ്മ അതേക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു കുടിയനായ ഭർത്താവ് തന്നെ അംഗീകരിക്കുന്നില്ല, തൻ്റെ ഉള്ളിൽ തന്നെ സ്നേഹിക്കുന്നില്ല, എപ്പോഴും സംശയമാണ്. തൻ്റെ പദവിയിൽ, തൻ്റെ സിനിമാ മേഖലയിലുള്ള തൻ്റെ ഉയർച്ചയിൽ ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നു, തന്നെ സംശയ ദൃഷ്ടിയോട് നോക്കുന്നു, മറ്റുള്ള നായകന്മാരെക്കുറിച്ച് തൻ്റെ പേര് ചേർത്തിട്ട് മോശമായ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ അങ്ങനെ അകന്നു പോയതാവാം അവർ തമ്മിൽ. എന്താണെങ്കിലും ആ ബന്ധം തകർന്നു പോയി. അവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളായി മാറുകയും ചെയ്തു. അപ്പോഴേക്കും ഷീല വളരെയേറെ നസീറുമായിട്ട് അങ്ങ്
അടുത്തു പോയിരുന്നു. പക്ഷേ ആ പ്രണയം ഒരുപക്ഷെ സെറ്റിലേക്ക് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയായിരുന്നു ഷീലയുടെ അഗാധമായ നസീറിനോടുള്ള പ്രണയം. ഇപ്പോഴും ഷീലാമ്മയുടെ വാക്കിൽ നസീർ സാറിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്ര പ്രണയത്തോടു കൂടിയാണ്, എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് അവർ നസീർ സാറിനെ കുറിച്ച് സംസാരിക്കുന്നത്. വേറെ ഒരു നടനെക്കുറിച്ചും ഷീലാമ്മ അങ്ങനെ സംസാരിക്കാറില്ല. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. പക്ഷേ ഒരിക്കലും നസീർ സാർ തൻ്റെ കുടുംബത്തെ വിട്ട്, തൻ്റെ ഭാര്യയെ വിട്ട്, തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് മറ്റൊരു സ്ത്രീയിലേക്ക് പടർന്നു കയറുവാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നില്ല അദ്ദേഹം. അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നില്ല. അങ്ങനെ ഷീലയുടെ പ്രണയത്തെ അങ്ങേയറ്റം അങ്ങ് തിരസ്കരിക്കുകയാണ് പ്രേം നസീർ ചെയ്തത്. അങ്ങനെ തിരസ്കരിച്ചപ്പോൾ പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തൊക്കെയാണെങ്കിലും, എത്ര വലിയ നടിയാണെങ്കിലും ഷീലാമ്മ ഒരു സ്ത്രീയാണ്. തൻ്റെ പ്രണയം ഒരു പുരുഷനോട് പറഞ്ഞപ്പോൾ ഷീലാമ്മ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ വിചാരിച്ചിരുന്നു നസീർ തന്നിലേക്ക് വരും, തന്നെ പ്രണയിക്കും, തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മാത്രമായിരുന്നു അവർ. പക്ഷേ അത് തകർന്ന തരിപ്പണമായി. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. നസീർ സാർ ഷീലാമ്മയെ വിവാഹം കഴിച്ചില്ല. ആ പ്രണയം അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആ സിനിമ ഡയലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് അത് വരികയാണ്. അങ്ങനെ അത് അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ എന്താണ് ഉത്ഭവിക്കുന്നത്? ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ ഏതു സ്ത്രീക്കും പിന്നെ അവരെന്താണ്, അവർ വളരെയേറെ കോപാകുലയാകുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും തനിക്ക് അയാളെ തോൽപ്പിക്കണം, അയാളെ ഉന്മൂലനാശകം ചെയ്യണം, അയാളെ സിനിമയിൽ നിന്ന് ആട്ടിപ്പായക്കണം, അല്ലെങ്കിൽ അയാളെക്കാൾ വളരെ വലിയൊരാൾ എനിക്ക് ഭർത്താവായിട്ട് ലഭിക്കും, അതിനേക്കാൾ സുന്ദരനും അതിനേക്കാൾ സുമുഖനും അതിനേക്കാൾ പ്രൗഢിയും അതിനേക്കാൾ പ്രശസ്തനുമായിട്ടുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും, ഞാൻ അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ ഈ സ്നേഹം ലഭിക്കാതെയാകുമ്പോൾ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാകും. അത് പുരുഷന്മാർക്കുള്ള, സ്ത്രീകൾക്കുള്ളൊരു പ്രത്യേകതയാണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ സ്നേഹം തിരസ്കരിക്കപ്പെടുമ്പോൾ, തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ, തൻ്റെ ഉള്ളിലെ സ്ത്രീത്വത്തെ അവഗണിക്കപ്പെടുമ്പോൾ അവരുടെ മനസ്സ് കലുഷിതമാകും. ആ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത അവരെ എന്തും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ഓർക്കുക, അത് സ്നേഹത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് മാത്രമാണ്. ഷീലാമ്മ ശരിക്കും പറഞ്ഞാൽ രവിചന്ദ്രനെ വിവാഹം ചെയ്തതിൻ്റെ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നസീർ സാറിനുള്ള അഗാധമായ പ്രണയം കൊണ്ട്, അകമഴിഞ്ഞ സ്നേഹം കൊണ്ട്, അത്രമാത്രമുള്ള ഇഷ്ടം കൊണ്ട് ആ മനുഷ്യനെ അത്രമാത്രം ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ ഇപ്പോഴും അത്രമാത്രം ആത്മാവിൻ്റെ ഉള്ളിൽ അതുപോലെ ചേർത്ത് പിടിച്ചേക്കുന്നുണ്ട് നസീർ സാർ എന്ന് പറഞ്ഞാൽ. ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ പ്രജ്വലിക്കുന്ന സ്നേഹവും ആ വികാരവായ്പും ആ തരളമായ ആത്മനൊമ്പരങ്ങളും അല്ലെങ്കിൽ നിശ്വാസങ്ങളുമൊക്കെ ഷീലാമ്മയ്ക്ക് മാത്രമാണ് അറിയാവുന്നത്. ഒരിക്കലും അവരത് പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല. പക്ഷേ ആ സ്ത്രീ എന്നുള്ള നിലയിൽ ഷീലാമ്മ അത്രമാത്രം അഗാധമായിട്ട് നസീർ സാറിനെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അപ്പോൾ മറ്റുള്ള രീതിയിലേക്ക് പോയപ്പോൾ എനിക്കിതിനേക്കാൾ നല്ല ഒരാളെ ലഭിക്കുമെന്നുള്ള രീതിയിലേക്ക് വന്നു. പിന്നീട് അതൊരു ചെറിയ പകയിലേക്ക് മാറി. അങ്ങനെയാണ് രവിചന്ദ്രനെ ഷീലാമ്മ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരികയും തനിക്ക് വരുന്ന സിനിമകളിൽ താൻ ഇനി ഒരിക്കലും നസീറിനോട് കൂടെ അഭിനയിക്കത്തില്ല, ആ ജോഡി എനിക്ക് വേണ്ട എന്ന് കട്ടായം പല ആൾക്കാരിലേക്ക് പറയുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനു മുമ്പൊരു കാര്യം ചെയ്തു. ഷീലാമ്മ പ്രണയം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഷീലാമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വലിയ തകർച്ച അവർക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ശരിയായിട്ട് പറഞ്ഞാൽ ഷീലാമ്മയെ ആത്മഹത്യയിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതൊന്നും വളരെ അധികം ആൾക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. ആ ആത്മഹത്യാശ്രമത്തിൽ നിന്ന് ഷീലാമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സത്യൻ സാറും മറ്റുള്ള ചില ആളുകളൊക്കെയാണ്. ഞാൻ അവരുടെ ഒന്നും പേരൊന്നും എടുത്തിവിടെ പറയുന്നില്ല, കാരണം ഇതൊരു പഴംപുരാണമാണ്, പഴയ കഥയാണ്. ഷീലാമ്മ കേട്ടാൽ തന്നെയാണെങ്കിലും ഓർക്കും ഈ ചെറുക്കന് വേറെ പണിയൊന്നുമില്ല, ഇവന് ഈ പഴയ കഥയൊക്കെ എന്തിനാണ് കൊണ്ടുവന്നിട്ട്. കാരണം അത് ചിലപ്പോൾ അത് നമ്മളുടെ ആ സ്നേഹതീക്ഷ്ണതയൊന്ന് അറിയിക്കുക, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അങ്ങനെ ആത്മഹത്യാ ശ്രമം പരാജയപ്പെടുകയും ഷീലാമ്മ 10 മടങ്ങ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ തിരിച്ചു വന്ന ഷീലാമ്മ എല്ലാത്തിൽ നിന്നും ഒന്ന് അകന്നു മാറി നിൽക്കാനായിട്ടാണ് ഷീലാമ്മ ശ്രമിച്ചത്. ഷീലാമ്മയ്ക്ക് പഴയ ആ ഒരു ഉത്സാഹവും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ഷീലാമ്മ വന്നിരുന്നില്ല. പിന്നീട് അപ്പോൾ ജീവിതത്തിൽ വന്നത് ആകെപ്പാടെ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, ലഭിക്കാത്തത് തന്നെ അംഗീകരിക്കാതിരിക്കുക, തനിക്ക് വേണ്ട സപ്പോർട്ട് ലഭിക്കാതിരിക്കുക, തൻ്റെ പ്രണയത്തെ തിരസ്കരിക്കുക, അതിനുള്ള ഒരു പ്രതികാര വാഞ്ചയായിട്ട് ഒരു കണ്ണക്കിയെ പോലെയാണ് ഷീലാമ്മ തിരിച്ചു വന്നത്. അങ്ങനെയാണ് ഷീലാമ്മ പറഞ്ഞത്, നസീറിനെ ഇനി സിനിമയിൽ നിന്ന് ഔട്ടാക്കിക്കളയണം, ഞാൻ അയാളുടെ കൂടെ ഒരു സിനിമ പോലും അഭിനയിക്കത്തില്ല, അതിന് പകരം നമുക്ക് വേറെ നായകനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഷീലാമ്മ തമിഴ്നാട്ടിലെ അന്നത്തെ കാലത്ത് നന്നായിട്ട് നിന്ന രവിചന്ദ്രനെ കൊണ്ടുവരുന്നത്. രവിചന്ദ്രൻ തമിഴനാണ്, ബേസിക്കലി മലേഷ്യക്കാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആദ്യമൊന്ന് വിവാഹിതനായിരുന്നു, അദ്ദേഹത്തിന് 2-3 കുട്ടികളുമുണ്ട്. ആ ബന്ധം വേർപെടുത്തിയിട്ടാണ് ഷീലാമ്മയെ അദ്ദേഹം വിവാഹം കഴിച്ചത്.
അങ്ങനെ ഷീലാമ്മ ധാരാളമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് രവീന്ദ്രനെ മലയാള സിനിമയിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് കയറ്റിക്കൊണ്ട് വരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എവിടെ നമ്മുടെ നസീർ സാറിനോടൊപ്പം വരാൻ പറ്റുമോ വേറെ ആർക്കെങ്കിലുമൊക്കെ? ആ താരപ്രഭയ്ക്ക് മുമ്പിൽ രവിചന്ദ്രൻ്റെ എല്ലാ കഴിവുകളും നിഷ്പ്രഭമായി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആ രീതിയിലേക്ക് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴേക്കും പിന്നെ സിനിമ ഫീൽഡിൽ അദ്ദേഹത്തിന് മലയാളത്തിൽ പിടിച്ചു നിൽക്കാനായില്ല. പിന്നീട് സ്വാഭാവികമായിട്ടും രവീന്ദ്രനെ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ അവർക്ക് നമ്മുടെ ജോർജ് വിഷ്ണു എന്ന് പറഞ്ഞൊരു മകനുണ്ടാവുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു, ഷീലാമ്മയുടെ മോന്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇതിലൊന്നുമില്ല, അമേരിക്കയിൽ സെറ്റിലാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അതിനുശേഷം പഴയ ആ ഒരു ദേഷ്യവും അതൊക്കെ മാറി പിന്നീട് ഷീലയും പിന്നെ നസീറുമായിട്ട് കുറേ സിനിമകളിലൊക്കെ വീണ്ടുമൊക്കെ അഭിനയിക്കുകയൊക്കെ ഉണ്ടായി. ദാമ്പത്യത്തിൻ്റെ ശേഷം പിന്നീട് മറ്റു പല കാര്യങ്ങളും ഇപ്പോഴും ഷീലാമ്മ തുറന്നു പറയാത്ത വലിയൊരു സംഗതി ആയിരുന്നില്ല. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ആ അതിനുശേഷം വിവാഹബന്ധത്തിന് ശേഷം പതുക്കെ ഷീലാമ്മ കുഞ്ഞുമായിട്ടൊക്കെ പുറത്തേക്ക് പോയി അവിടെ സെറ്റിലാകുകയാണ് ഉണ്ടായത്. പിന്നീട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും അല്ലെങ്കിൽ എഴുത്തും ചിത്രവുമൊക്കെയാണ് ഷീലാമ്മയുടെ ജീവിതം മറിയുകയാണ് ഉണ്ടായത്. ആരോടും പറയാതെ അല്ലെങ്കിൽ അധികമൊന്നും തന്നെക്കുറിച്ച് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത, പൊതുസമൂഹത്തിലേക്ക് വരാതെ എല്ലാം മറന്നിട്ട് ഒതുങ്ങി ഒരു പ്രത്യേക രീതിയിലേക്കുള്ള ജീവിതം ഷീലാമ്മ എല്ലാം മറന്നുകൊണ്ട്, കാരണം ജീവിതത്തിലെ പല തട്ടുകളിലൂടെ, പല ഘട്ടങ്ങളിലൂടെ, പല വേരിയേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ഷീലാമ്മ. ഞാൻ അതിശയിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഒരു നിർമ്മാതാവും എന്തുകൊണ്ടാണ് ആരും ഇത്തരത്തിലുള്ളൊരു സംഗതി ഷീലാമ്മയുടെ ജീവിതം ഒരു സിനിമയെ അപർപാടുകളിലേക്ക് പകർത്താൻ എന്തുകൊണ്ടാണ് മുതിരാത്തതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയേറെ കലുഷിതമായിരുന്നു, അത്രയേറെ സംഘർഷഭരിതമായിരുന്നു ഷീലാമ്മയുടെ ജീവിതം. നമ്മളിപ്പോൾ കാണുമ്പോൾ ഷീലാമ്മ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നന്നായിട്ട് സംസാരിച്ച് ഭയങ്കര മിടുക്കിയായിരുന്നു, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഓർണമെൻറ്റ്സൊക്കെ അണിഞ്ഞ് എപ്പോഴും ചിരിക്കുന്ന മുഖവുമായിട്ട് സങ്കടത്തിൻ്റെ ലെവലേശം ഒന്നും കാണിക്കാതെ സുസ്മേരവദനയായിട്ടാണ് ഷീലാമ്മ സംസാരിക്കുകയും എല്ലാം ചെയ്തത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും എല്ലാ സമയത്തും ഷീലാമ്മയുടെ ഉള്ളിലൊരു ഒരു വേദനയുണ്ട്, ആ ഒരു സങ്കടമുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കൊരിക്കലും മറക്കാനായിട്ട് ആരാണെങ്കിലും ഏത് ഹ്യൂമൻ ബീയിങ്ങിനാണെങ്കിലും അത് സാധിക്കുകയില്ല. പക്ഷേ ഷീലാമ്മ അത് ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാറില്ല. അങ്ങനെ ഇവിടെ സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കുകയാണുണ്ടായത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്യാപ്പിന് ശേഷമാണ് പിന്നീട് സത്യനന്ദിക്കാടിൻ്റെ മനസ്സിനക്കരെ എന്ന സിനിമയിലേക്ക് ഷീലാമ്മ വീണ്ടും കടന്നു വരികയും അഭിനയത്തിലേക്ക് കടന്നു വരികയും വീണ്ടും പഴയത് അതെല്ലാം മാറിയിട്ട് വീണ്ടും ആ ഒരു മൂഡിലേക്ക് വരികയും ആക്റ്റീവായി മാറുകയും ഇപ്പോൾ നമുക്ക് ധാരാളം ഇൻ്റർവ്യൂസൊക്കെ ഷീലാമ്മയുടെ നമ്മൾ ധാരാളം കാണാറുണ്ട്. മലയാളത്തിൻ്റെ വീണ്ടും ഒരു ഭാജി ഘടകമായിട്ട് ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിച്ചിരുന്നു, പിന്നീട് അതും മാറിപ്പോവുകയുണ്ടായി. അപ്പോൾ ഇത് ലെജൻഡുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളറിയാത്ത പല കാര്യങ്ങളും, നമ്മളറിയാത്ത പല സങ്കല്പങ്ങളും, നമ്മളറിയാത്ത പല മേഖലകളും അല്ലെങ്കിൽ നമ്മളറിയാത്ത പല വേദനകളും ഉള്ള ആൾക്കാരാണ് ലെജൻഡുകൾ. നമ്മൾ എന്തിനാണ് അവരെക്കുറിച്ചൊക്കെ പറയുന്നത് വെച്ചാൽ അവർ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ സ്വത്താണ്, നമ്മളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണ് അവരൊക്കെ ഇല്ലേ. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. ആ ഒരു ബോധം അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ തലങ്ങളിലേക്കും മലയാളികൾ കടന്നു ചെല്ലുവാനായിട്ട്, നമ്മൾ പഠിക്കുവാനായിട്ടും അറിയുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും മനസ്സിരുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കും. അത്തരത്തിലുള്ള എൻ്റെ ചെറിയ അറ്റംപ്റ്റ് ആയിരുന്നു ഷീലാമ്മയെക്കുറിച്ചുള്ള ഞാൻ ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്, ഷീലാമ്മയുടെ ഫാൻസ് ആയിട്ടുള്ള മറ്റ് ആരെങ്കിലും ഞാൻ ഇത്തരത്തിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് കാര്യം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അതൊരു വേദനാജനകമായി പോയി എന്നാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ ഉദ്ദേശം സതുദ്ദേശം മാത്രമാണ്, ആരെയും കരിവാരത്തേക്കോ മറ്റുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ധാരാളം ആളുകളെക്കുറിച്ച് ധാരാളം അവരുടെ ജീവിതത്തിൻ്റെ വേരിയേഷൻസ് അപ്പ് ആൻഡ് ഡൗൺസ് തീർച്ചയായിട്ടും നമ്മൾ പൊതുസമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്കൊക്കെ നമ്മൾ എത്തിക്കാറുണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കാര്യം ഏകദേശം മിക്കവാറുമുള്ള ആൾക്കാർക്കൊന്നും അറിയാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രാവലേഴ്സിൻ്റെ സത്യം രീതിയിലുള്ള യാത്രകളാണല്ലോ. അപ്പോൾ ആ യാത്രകളിൽ എന്തെങ്കിലുമൊക്കെ സത്യം കിട്ടുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ധർമ്മം ഞാൻ നിർവഹിച്ചു എന്ന് മാത്രം തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.